ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ പുതിയ വണ്ടിയായിട്ടുള്ള ഡിയോ 125ൻ്റെ 2025 മോഡലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡിയോയുടെ 2014ൻ്റെ മോഡലായിരുന്നു. മറ്റേ ആ വണ്ടിയായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയ ചെറിയ ഫോൺ പോലെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലാണെങ്കിലും അതുപോലെ സൈഡിലാണെങ്കിലും ഹാങ് ചെയ്യാനുള്ള ഹുക്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം സാധാരണ നമ്മൾ ഒറ്റ പ്രാവശ്യം റൈറ്റിലേക്ക് തിരിച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സ്വിച്ച് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ തന്നെ സീറ്റ് അതുപോലെ ഫ്യുവൽ എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണാം. സീറ്റിൽ പ്രസ് ചെയ്യുമ്പോഴാണ് സീറ്റ് നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുപോലെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം സ്പേസും ഉള്ളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ താഴെ തന്നെ ആ സ്വിച്ചിൽ തന്നെ ഫ്യൂവലിൻ്റെ പ്രസ് ചെയ്യുമ്പം ഫ്യൂവൽ നിറയ്ക്കാനുള്ള പോർഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് ബാക്കിലാണ് ഇതിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നിയത് ഈ കളറാണ്. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി റൈറ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോഴാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ടാവുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ തന്നെ സ്റ്റാർട്ടാക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ സ്പീഡ് അതെല്ലാം ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ സെറ്റിങ്സിൻ്റെ ഉള്ള ഓപ്ഷനുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ടൈം ആണെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം കയറ്റവും ഇറക്കമൊക്കെ ഉള്ള ഏരിയയിലാണ്. അപ്പോൾ എന്താ പറയുക, നല്ല ഈസി ആയിട്ട് തന്നെ കയറ്റമൊക്കെ കയറാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിരിക്കുന്ന ഒരു 125 അപ്പം ആക്സസറീസ് ഇല്ലാതെ വരുമ്പോൾ റേറ്റിൻ്റെ വ്യത്യാസം വരും. ആക്സസറീസിൻ്റെ സെപ്പറേറ്റ് റേറ്റ് നമ്മൾ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റേത് അതുപോലെ തന്നെ ഹോണ്, ഇൻഡിക്കേറ്റർ എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. കണ്ടോ, റൈറ്റ് സൈഡിലാണ് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചിൻ്റേത് വരുന്നത്. പിന്നെ ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് കാണുമ്പോഴാണെങ്കിലും. അതുപോലെ തന്നെ കിക്കറുള്ള മോഡലാണിത്. അതുപോലെ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൺ റോഡ് വിലയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം നമ്പർ പ്ലേറ്റ് ഇതെല്ലാം അവർ സെറ്റാക്കിയിട്ടാണ് നമുക്ക് തരുന്നത്.
ഞങ്ങൾ പാല മുത്തോലിക്കടുത്തുള്ള ഹോണ്ടയുടെ ഷോറൂമിൽ നിന്നായിരുന്നു എടുത്തത്. അപ്പോൾ അവിടെ എല്ലാം പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ റേറ്റ് ഇതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓരോ ആക്സസറീസിൻ്റെയും റേറ്റ് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.